എന്നാലും എല്ലാവരും അറിയണം. അറിയുമ്പോ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. നടൻ മുകേഷിനെതിരെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. കോടീശ്വരൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെ മുകേഷ് തന്റെ മുറിയിലേക്ക് നിരവധി തവണ വിളിച്ചു. ഷൂട്ടിങ്ങിനിടെ മുകേഷ് തന്റെ മുറിയിലേക്ക് നിരവധി തവണ വിളിച്ചു. അടുത്ത ഷെഡ്യൂളിൽ തന്റെ മുറി മുകേഷിന്റെ മുറിക്ക് സമീപത്താക്കി. ഒടുവിൽ അതിലെ ഡയറക്ടർ ഇടപെട്ടാണ് തന്നെ തിരിച്ചയക്കുകയായിരുന്നു. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളായ വനിതകളെ പറ്റി, സ്ത്രീകളെ പറ്റി കൂടി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് വൈകാരികമായി ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നിർബന്ധിതരാകുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? സ്ത്രീപക്ഷ നിലപാട് ജീവിതത്തിലാകെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്ന് ഭാവിക്കാനെങ്കിലും ശ്രമിക്കുന്നു എന്നത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു കലാകുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ മീ ടു ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പിന്നെ 19 കൊല്ലം മുമ്പ് കോടീശ്വരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ വന്നപ്പോൾ ഫോണിൽ ഞാൻ ശല്യപ്പെടുത്തി എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതിനെപ്പറ്റി റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓർമ്മശക്തി കുറയും, പ്രായമില്ലേ, വലിയ ചന്ദ്രനാഥി എന്ന ബെസ്റ്റാ, ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷം കിട്ടും. പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യില്ല ഞാൻ. ഈ നാളെ എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ ഭാഗ്യം നോക്കി ഈ പഞ്ചായത്തിൽ വരണ്ടാവില്ല. ഇവന്റെ വീട്ടില് ഫോട്ടോഷോപ്പ് നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു നാട്ടുകാരാണ്, അതിനേക്കാളും വലിയ അപമാനം പറയണ്ടാവില്ല. ഒരു 5 സ്റ്റാറിന് മേളിലുള്ള ഒരു ഹോട്ടലിൽ അവിടെ ക്രൂവിന് അവർ റൂം എടുത്ത് കൊടുക്കുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഈ ഫോണിൽ കൂടി ഇതേ കണക്ക് ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞത് ഒരിക്കലും ഞാനായിരിക്കില്ല. വേറെ ആരെങ്കിലും ഒരു മുകേഷ് കുമാർ എന്ന് പറഞ്ഞ പേരിലുള്ള എനിക്ക് അറിഞ്ഞൂടാ, അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചെയ്യത്തില്ല. ഞാൻ ഓർക്കുന്നില്ല, ഒരു ഫോട്ടോ കണ്ടിട്ടും ഫോണിൽ കൂടെ ഞാനാണെന്ന് എങ്ങനെ അറിയാം? അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെ എത്ര കേസ് കെട്ടിൽ നിന്നും പുഷ്പം പോലെ ഈ ബോണി ഊരി പോന്നിട്ടുണ്ടേ. ഓ പിന്നെ